ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കപ്പൽ പള്ളി കണ്ടിട്ട് വന്നാലോ. ഇതാണ് തൃശ്ശൂർ അരിമ്പൂരിലെ അറവ് കപ്പൽ പള്ളി. ലോകത്തിൽ തന്നെ എവിടെയും കാണാത്ത ഒരു പള്ളിയാണ് അറവ് സെന്റ് തെരേസസ് ചർച്ച്. കപ്പൽ പള്ളി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 40 വർഷം മുന്നാണ് ഈ പള്ളി ഡിസൈൻ ചെയ്തത്. ഇമ്മാനുവൽ റാത്തുപള്ളി എന്ന അച്ഛനാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കപ്പലിൻ്റെ മാതൃകയിൽ പള്ളി ഡിസൈൻ ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞു കേട്ടത് എന്താണെന്ന് വെച്ചാൽ, നാം എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ അങ്ങേ ലോകത്തേക്ക് യാത്രയാവുന്നവരാണ്. വഞ്ചിയിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ നൗകയിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ നോഹിൻ്റെ പെട്ടകത്തിൽ യാത്ര ചെയ്യുന്നു എന്നാണ് ഒരു വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ കപ്പൽ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. തൃശ്ശൂരിൽ നിന്നും അറവ് കപ്പൽ പള്ളിയിലേക്ക് ഏകദേശം 14 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ലോകത്തിലെ തന്നെ ഒരേ ഒരു കപ്പലിൻ്റെ മാതൃകയിലുള്ള പള്ളിയാണ് അറവ് കപ്പൽ പള്ളി. ഈ പള്ളിയുടെ പേര് സെന്റ് തെരേസസ് ചർച്ച് അറവ് എന്നാണ്. അരിമ്പൂർ ദേശത്തിൻ്റെ ഒരു ഇറക്കമാണ് ഇവിടെ, അതുകൊണ്ടാണ് ഇവിടെ അറവ് എന്ന് പറയുന്നത്. നാൽപ്പത് കൊല്ലം മുന്നേ കപ്പൽ പള്ളി ഉണ്ടാക്കുമ്പോൾ ഇവിടെ ആകെ 226 കുടുംബങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 1200 കുടുംബങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് തീർത്ഥാടകർ വരുന്ന പള്ളിയാണ് നമ്മുടെ അറവ് കപ്പൽ പള്ളി. തീർത്ഥാടകർ മാത്രമല്ല, വിനോദസഞ്ചാരികൾ, ഇന്റർനാഷണൽ ട്രാവലേഴ്സ്, വ്ളോഗർമാർ, അങ്ങനെ ഒരുപാട് പേര് വരുന്നു. നോമ്പുകാലത്ത് തമിഴ്നാട്ടിൽ നിന്നും, ആന്ധ്രാപ്രദേശിൽ നിന്നും, മഹാരാഷ്ട്രയിൽ നിന്നും ഒരുപാട് തീർത്ഥാടകരുടെ പ്രളയമാണ്. കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ റോസാപ്പൂക്കളുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ഇടവകയാണ് അറവ് കപ്പൽ പള്ളി. ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ കൊച്ചു ത്രേസ്യ പുണ്യവതി വഴി ഇവിടെ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. ജനുവരിയിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇവിടെ റോസാപ്പൂക്കൾ വിതരണം ചെയ്യുന്നത്. അതിനോട് അനുബന്ധിച്ച് പെരുന്നാൾ തുടങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.